പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് ഉത്സവപ്പന്നി എന്നാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത്, ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഒക്കെ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ കഥയ്ക്ക് വിഷയമാകുന്നത്. അവിടെ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ പലതരം സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ ഗുരുവായൂർ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ആ ഗുരുവായൂർ കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് ഉത്സവപ്പന്നി. അപ്പോൾ നമുക്ക് കഥ വായിച്ചെടുക്കാം. അപ്പോൾ ഒരു കുട്ടിയുടെ നിസ്സഹായത നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഉത്സവപ്പന്നി എന്ന കഥയിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. വരും. ഉത്സവപ്പന്നി. ദരിദ്രമായ ചുറ്റുപാട്, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന പരുവത്തിലായവർ. നിത്യവൃത്തിക്ക് മാർഗമില്ല. ആഹാരം വീട്ടിൽ കമ്മി. ഉത്സവകാലമായി. അമ്പലത്തിൽ 10 ദിവസം എന്തെങ്കിലും ജോലി കിട്ടും. ഉത്സവാഘോഷങ്ങളിൽ ഭാരവാഹികളായി പങ്കെടുക്കുന്നവർക്ക് 10 ദിവസവും ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം കിട്ടും. കാലത്ത് വയറു നിറയെ മുതിരപ്പുഴുക്കും കഞ്ഞിയും. കഞ്ഞി പാളയിലാണ് ഒഴിച്ചു തരാറ്. 100,000-ൽ പരം പാളകുത്തും ഉത്സവത്തിന് കഞ്ഞി കൊടുക്കാനായി. പാള നിറയെ കഞ്ഞിയും കുമ്പിൾ നിറയെ മുതിരപ്പുഴുക്കും. 2 പാള കഞ്ഞിയും ഒരു വലിയ കുത്തുകുമ്പിൾ മുതിരപ്പുഴുക്കും കിട്ടിയാൽ വയറു നിറയും. ഷഠോ എന്ന നിലയിൽ ഉയരും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അന്നം കഴിച്ച ക്ഷീണം തോന്നും. ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കാൻ പറ്റില്ല, ജോലി ചെയ്യണം. പകൽ നേരത്തെ എഴുന്നള്ളിപ്പിനും ഉച്ച ശീവേലിക്കും രാത്രിയിലെ കാഴ്ച ശീവേലിക്കും മണി കെട്ടിയ കൊടി പിടിച്ചുകൊണ്ട് മുമ്പേ നടക്കണം. അതായിരുന്നു എനിക്ക് കിട്ടിയ ജോലി. ഞാനത് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുത്തത്. ശിങ്കിടിക്കുട്ടികളായ ഞങ്ങളെയാണ് ശീവേലിക്ക് മുന്നേ കൊടി പിടിച്ചു നടത്തിയിരുന്നത്. 2 വരിയായി 8 കുട്ടികൾ. മുതിർന്നവരെയും എടുക്കും. ഈശ്വരാനുഗ്രഹം എന്നേ പറയേണ്ടു. 16ാമനായി തിരഞ്ഞെടുത്തത് എന്നെയാണ്. അതിന് കാരണമുണ്ട്. സൂപ്രണ്ട് തിരുമേനിയുടെ മുമ്പാകെ എന്നെ ഹാജരാക്കിയപ്പോൾ ഞാൻ കരഞ്ഞു. ഞാനൊരു ഉയർന്ന ഉദ്യോഗം ഭരിച്ചിരുന്ന ദേവസ്വം ജീവനക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ ഉദ്യോഗത്തിൽ നിന്നും പിരിഞ്ഞു പോന്നതോടെ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വന്നു കയറി. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഉത്സവകാലത്തെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ടാണ് കൊടി പിടിക്കാൻ നിൽക്കുന്നത്. ഗത്യന്തരമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊരു ഗതികേട് വന്നു. തിരുമേനി, ദയവുണ്ടായി എന്നെ എടുക്കണം. ദയാലുവായ ചെറിയ ചമ്പെ വൈദ്യനാഥൻ സൂപ്രണ്ട് എന്നെ തിരഞ്ഞെടുത്തു. മാത്രമല്ല, ഈ കുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. ഇവനും ഇവൻ്റെ അമ്മയ്ക്കും പകർച്ച കൊടുക്കണം. ഇവൻ്റെ അച്ഛൻ റിട്ടയേർഡ് സ്വാമി. മുഴുമിപ്പിക്കാനാക്കിയില്ല. സിൽബന്തികൾക്ക് നിർദ്ദേശം നൽകി. കോയ്മ വന്ന് എൻ്റെ നമ്പർ എടുത്തുപോയി. വാദ്യക്കാരുടെ ഗണത്തിലാണ് എന്നെ സൂപ്രണ്ട് സ്വാമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു കയറ്റമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാത്തത്. അതുകൊണ്ട് വൈകിട്ട് 5:30 മണിക്കുള്ള സദ്യയിൽ എനിക്ക് ഊട്ടുപുരയിലെ തെക്കേ മൂലയിൽ ഇല കിട്ടി. വിഭവസമൃദ്ധമായ സദ്യ അല്ലായിരുന്നു, എങ്കിലും അതിൻ്റെ രുചി മരണം വരെ മറക്കുകയില്ല. പട്ടിണി കിടന്ന ഒരു വയറിനെ ആ രുചിയെപ്പറ്റി അറിയൂ. വാദ്യക്കാരുടെ കൂടെ ഇരുന്നു കൊണ്ടുള്ള ഊണ്. യഥാർത്ഥത്തിൽ ദരിദ്ര കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞാൻ ഇരിക്കേണ്ടിയിരുന്നത്. അവിടെ ഇല കിട്ടാനേ എനിക്ക് അർഹതയും യോഗ്യതയുമുള്ളൂ. ഞാൻ എന്നും അവരുടെ കൂട്ടത്തിലായിരുന്നു. ദരിദ്രമായ അവശ വിഭാഗം. അവരെന്നെ പ്രത്യേക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുത്തി ചോറ് തരുന്നതിൽ പ്രതിഷേധമുള്ളവരായിരുന്നു. അവരുടെ മുഖഭാവത്തിൽ നിന്നും സംസാര രീതിയിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്കത് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും കൊടി പിടിക്കേണ്ട ഘട്ടം വരുമ്പോഴൊക്കെ ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയി നിന്നു. അവരെന്തൊക്കെ തന്നെ എതിർത്തു പറഞ്ഞാലും ഞാൻ അതിന് ഉത്തരം കൊടുക്കാറില്ല. മരവിപ്പിക്കുന്ന ഒരു തരം മൗനത്തിൽ കഴിച്ചുകൂട്ടി. പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ ലഹള വർദ്ധിക്കും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയുന്നു. അതാണ് അവിടെ നല്ലത്. ഞങ്ങൾക്ക് കാര്യമായ കൂലിയൊന്നുമില്ല. 2 നേരം ശാപ്പാട് കിട്ടും. ഉത്സവം കഴിഞ്ഞു പോകുമ്പോൾ സൂപ്രണ്ട് സ്വാമി സന്തോഷിച്ച് എന്തെങ്കിലും കാപ്പിക്കുള്ള കാശ് തരും. 2 അണയാണ് ഒരു ചെക്കൻ അന്ന് കൊടി പിടിക്കാനുള്ള കൂലി. 10 ദിവസത്തേക്ക് 10 × 2 = 1.25 ഉറുപ്പിക. ഒരു ദക്ഷിണയേക്കാൾ എത്രയോ ഉപരി വലുതാണെന്നറിയാമോ ഭക്ഷണം. ആ ഭക്ഷണം എനിക്ക് മാത്രമല്ല
എൻ്റെ അമ്മയ്ക്കും കൂടി അതിൽ നിന്നൊരു പങ്ക് കിട്ടും. അതിലും വലിയ ഒരാഹ്ലാദം മറ്റെന്തുണ്ട്? അച്ഛൻ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും വിവരം അറിയാനിട വന്നാൽ ചന്തയിൽ കരി വെള്ളിക്കോല് കൊണ്ടുള്ള വീക്ക് ലഭിക്കും. ദാരിദ്ര്യമുണ്ടെങ്കിൽ നല്ല നേരം നോക്കി തൂങ്ങി മരിച്ചോ. എന്നാലും അഭിമാനം വിറ്റ് തിന്നരുത്. ആ താക്കീതുകൾ ഓർമ്മയിൽ തെളിയാതെയല്ല. പക്ഷേ വിശപ്പും ദാഹവും അത് അതിനേക്കാൾ വളരെയേറെ വലുതാണ്. അതുകൊണ്ടച്ഛാ ഗതികെട്ടപ്പോൾ ഈ തൊഴിലിനു പോയി. പറഞ്ഞു സമാധാനിപ്പിക്കാമെന്ന് കരുതി. അമ്മ അറിഞ്ഞാലാണ് ഏറെ വിഷമം. അമ്മയെ സഹായിച്ചുകൂടാ? ഒരു ദിവസം അമ്മ അറിയാതിരിക്കില്ല. അതുവരെ മൂടി വയ്ക്കുക തന്നെ. ഉത്സവമല്ല, അതിലും വലിയ മഹോത്സവം പുറത്തു നടക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് പുസ്തകം വായിക്കണം. പരീക്ഷ വരാൻ പോവുകയാണ്. വലിയ പരീക്ഷ. കുംഭമാസക്കാലം. പുറത്ത് മഹാക്ഷേത്രത്തിലെ കുംഭമഹോത്സവം നടക്കുകയാണ്. പക്ഷേ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, അച്ഛൻ്റെ തിരോധാനം, ഒളിച്ചോടിപ്പോയ കാലം, എന്തു വന്നാലും ശരി ഞാൻ ഇക്കൊല്ലം ഉത്സവം മുഴുവനും ആസ്വദിക്കും. പരീക്ഷയിൽ തോറ്റാലും വിരോധമില്ല. പരീക്ഷയിൽ ജയിച്ച് പല പടവും കടന്നവർ ഇപ്പോൾ തോറ്റു പിന്നോക്കം വാങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എന്നെപ്പോലെയുള്ള ഒരുവന് ഈ ഗതി വന്നത്. സമാശ്വസിക്കാൻ ശ്രമിച്ചു. 10 ദിവസത്തെ ഉത്സവം. ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന കൊടിയേറ്റം. സ്വർണധ്വജത്തിന്മേൽ സപ്തവർണ്ണാങ്കിതമായ ഗരുഡന്റെ രൂപമുള്ള ഭഗവാൻ. പൊൻകൊടിക്കൂറ പടിഞ്ഞാറൻ കടലിനെ നോക്കി വിസ്മയം കൊള്ളാൻ വേണ്ടി ആകാശത്തിൽ പാറിക്കളിക്കുന്ന ദിവ്യദൃശ്യം. പള്ളിവേട്ട, ആറാട്ട്, ശ്രീഭൂതബലി, ബ്രഹ്മകലശമാട്ടം, എന്തെല്ലാം ദിവ്യാത്ഭുതങ്ങൾ നടക്കുന്നു. ഞാൻ ഇതുവരെ കൂട്ടിലിട്ട ഒരു കിളിയായിരുന്നു. അച്ഛൻ എവിടെയും എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ കൂട്ടിലിട്ട് അച്ചടക്കത്തോടെ വളർത്തുകയായിരുന്നു. ഇപ്പോൾ അച്ഛൻ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരെയും പേടിക്കേണ്ട. വീട്ടിനുള്ളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്തു കിടക്കാം. ആകെപ്പാടെയുള്ളത് ഇനി ഒരമ്മ മാത്രമാണ്. അമ്മയാണെങ്കിൽ അച്ഛൻ പറയാതെ പോയതിലുള്ള ദുഃഖം കൊണ്ട് ആദിയെടുത്ത് തീരെ പരവശയായിരിക്കുന്നു. എപ്പോഴും തോരാത്ത കണ്ണീര്. ചടച്ച് കവിളലിലൊട്ടി എല്ലുപോലെയായ ഒരു സ്വരൂപം കണ്ടാൽ ആർക്കും ദുഃഖം തോന്നും. അത്രയും ദൈന്യമായ രൂപം. യാതൊന്നിലും ഉന്മേഷമോ താല്പര്യമോ ഇല്ലാത്ത ഒരവസ്ഥ. എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കാൻ സന്നദ്ധതയുള്ളവൾ. എന്നും ഓരോ തരം വ്രതം. മിക്കവാറും അന്തിപ്പട്ടിണി. എരിപൊരി സഞ്ചാരം കൊള്ളുന്നതിനിടയിലാണ് പുണ്ണിൽ തീക്കൊള്ളി കൊണ്ട് കുത്തുന്ന ആ വാർത്ത കേട്ടത്. കാശിയിൽ കിടന്ന എൻ്റെ തന്ത സിദ്ധി കൂടിയെന്ന്. ആരോ ഒരു ദുഷ്ടൻ കാശിയിൽ പോയി വന്നിട്ട് കാച്ചി മുക്കിയ ആ നുണയാണ് അമ്മയെ കിടപ്പിലാക്കിയത്. ഇനി രക്ഷയില്ല. തള്ളയും ചത്തതു തന്നെ. അത് ചത്താലും ഈ ലോകത്തിൽ മനുഷ്യന് ജീവിക്കേണ്ട പരിസ്ഥിതി വന്നു ചേരുകയില്ലേ? പിന്നെ എന്തിനു ഖേദിക്കുന്നു, വിഷാദിക്കുന്നു? ഞാൻ എന്നെ തന്നെ സമാശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പുര കത്തുമ്പോൾ വാഴ വെട്ടി രസിക്കുന്ന ഏതോ ഒരുവൻ പരത്തിയ ശ്രുതിയാണത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല, മടങ്ങി വരും, അമ്മ കരയാതിരിക്കൂ. ഞാൻ ആശ്വസിപ്പിച്ചു നോക്കി. അച്ഛന് കാശിയിൽ കിടന്നാണ് മരണമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അല്ല, വീട്ടിൽ കിടന്നിട്ടാണ് യോഗമെങ്കിൽ അങ്ങനെ വന്നു ഭവിക്കും. ചിലപ്പോൾ കിണറ്റിലായെന്ന് വരാം, കുളത്തിലായെന്ന് വരാം. എല്ലാം വിധിയാണമേ, വിധി. എൻ്റെ ആശ്വാസവചനങ്ങൾ കേൾക്കുമ്പോൾ അമ്മ എന്നെ കണ്ണുമിഴിച്ച് വല്ലാതെ ഉറ്റുനോക്കുമായിരുന്നു. പന്തിയില്ലാത്ത ആ നോട്ടം കാണുമ്പോൾ ഞാൻ വാക്കുകൾ അടക്കി മിണ്ടാതിരിക്കും. അമ്മ ഉത്സവമായിട്ട് പട്ടിണി കിടക്കാൻ ഇടവരരുത് എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഉത്സവവാദ്യത്തിൽ ചേർന്നതു തന്നെ. അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരമൊരു പണിയിൽ ചേരുമായിരുന്നില്ല. അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ മുൻപന്തിയിൽ മുൻവരിയിൽ കൊടി പിടിച്ചു നിൽക്കുന്ന പിള്ളേരോടും മുതിർന്നവരോടും പൊതുവിൽ ഒരവഹേളനമുണ്ട്. തെണ്ടിപ്പിള്ളേർക്കുള്ള കൊടിപിടുത്തം. തഴയും ചാമരവും പിടിക്കുന്നവർക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ട്. വേതനം ദിവസം 4 അണയാണ്. അവരും ഒരു തരം യാചകരാണ്. എങ്കിലും കൊടിപിടുത്തക്കാരേക്കാൾ മാന്യതയുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേക പരിഗണനയാണ് ലഭിച്ചിരിക്കുന്നത്. കാശിയിൽ പോയി ആത്മഹത്യ ചെയ്ത ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ്റെ മകൻ എന്ന പരിഗണന, അങ്ങേയറ്റത്തെ ദയവ്. ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്നെ ചെറുതാക്കി കാണാൻ ഉപകരിച്ചുവോ? കാലത്തെ ഉത്സവശീവേലി ആരംഭിച്ച് 3 പ്രദക്ഷിണവും കഴിയുന്നതുവരെ മേളക്കാരുടെ താളത്തിനൊപ്പിച്ച് അടി തെറ്റാതെ പ്രദക്ഷിണ വഴിയിലൂടെ വരിവരിയായി നീങ്ങണം. അതാണ് അതിൻ്റെ ചിട്ട. അത് 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് കഞ്ഞിപ്പാർച്ച. അമ്പലം അടിച്ചുതള്ളി മുതൽ
അധികാരസ്ഥനായ സാമൂതിരിപ്പാട് തമ്പുരാൻ അടക്കമുള്ളവർക്ക് ഭഗവാന്റെ ഉത്സവകാലത്ത് പാളയിലാണ് കഞ്ഞി. ഈ കഞ്ഞിക്ക് വേണ്ടി തന്നെയാണ് ഇന്നും കൊല്ലം കൊല്ലം ഇവിടെ ഉന്തുത്തള്ളും നടക്കാറ്. വാദ്യക്കാർക്ക് ഊട്ടുപുരയിലും കൊടിപിടുത്തക്കാർക്ക് ഊട്ടുമുറ്റത്തും ബ്രാഹ്മണർക്ക് അഗ്രശാലയിലും അമ്പലവാസികൾക്ക് പടിഞ്ഞാറേ ഊട്ടുപുരയിലും കീഴ്ശാന്തിക്ക് ശ്രാമ്പിയിലുമാണ് നിയമം. ഉദ്യോഗസ്ഥർക്ക് ബ്രഹ്മസ്വമഠത്തിലും. ഇതാണ് മാമൂലാചാരം. എന്നാൽ കൊടിപിടുത്തക്കാരിൽ ഒരുവൻ ഊട്ടുപുരയിൽ വെപ്പുകാർ പട്ടരാഗമാനം പ്രതിഷേധിച്ച് വിളമ്പൽ പ്രദക്ഷിണ വഴിയിലേക്ക് ആക്കി. ആദ്യ ദിവസത്തെ സദ്യയും പിറ്റേനാളത്തെ മുതിരപ്പുഴുക്കും കഞ്ഞിയും അനാദരവോടെ തന്നെ ലഭിച്ചു. മൂന്നാം പക്കം മുതൽ സംഗതി ആകെ അവതാളത്തിലായി. എങ്കിലും പിടിച്ചു നിന്നു. അമ്പലവാസികളുടെ കൂട്ടത്തിൽ കയറി കടന്നിരിക്കാൻ പോയില്ല. ഭിക്ഷക്കാരുടെ കൂടെ തന്നെ അവസാനം ചേർന്നു. സൂപ്രണ്ട് സ്വാമി അവിടെ നിസ്സഹായനായിരുന്നു. ജാതി മതം അത്രയും കൊടി കുത്തി നിൽക്കുന്ന സമയം. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ മഥിക്കുന്ന ഒട്ടേറെ ചിന്തകൾ. അപ്പോൾ എന്താണ് കഴിക്കുന്നതെന്ന കാര്യം പോലും മറന്നു പോകാറുണ്ട്. എന്തോ ഒന്ന് കോരി കുടിക്കുന്നു, അതോ പിലാവിലയും പിടിച്ച് വെറുതെ ഇരിക്കുകയോ? വേഗം കഴിച്ചു പോടോ, എത്ര നേരമായി ഇരിക്കുന്നു പ്ലാവിലയും പിടിച്ചുകൊണ്ട്? കഞ്ഞി വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടോ, ഇരുന്ന് ഉറക്കം തൂങ്ങാണോ? വിളമ്പുകാരൻ വെങ്കിച്ചപ്പട്ടരുടെ കലമ്പൻ സ്വരം. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി സ്വാമി. എൻ്റെ ചങ്കിൽ നിന്നും വറ്റിറങ്ങുന്നില്ല. ഗദ്ഗതത്തോടെ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ ദേഹണ്ടക്കാരൻ്റെ ഉള്ളവും തെല്ലൊന്നയഞ്ഞു. അമ്മയ്ക്ക് കഞ്ഞി കൊണ്ടുപോകാനായി പാളയിൽ ഒഴിച്ചു തരാമെന്ന് വെങ്കിച്ചപ്പട്ടർ സമ്മതിച്ചു. 10 ദിവസത്തെ പകർച്ച, 10 ദിവസത്തെ ഉത്സവം കുശാലായിരുന്നു. 8-ാം വിളക്കിൻ നാളത്തെ പൊടി പൊടിച്ച കെങ്കേമൻ സദ്യയിൽ നിന്നും ഒരു വിഹിതം പകർച്ചയായി വീട്ടിലേക്കു കിട്ടി. 4 കാതൻ ചരക്കിൽ പായസം വെക്കുന്നത് അന്ന് മാത്രമാണ്. എല്ലാ മനുഷ്യർക്കും പ്രായവ്യത്യാസമില്ലാതെ ഈ 2 കൈയിൽ ഇടിച്ചു പിഴിഞ്ഞ പായസം വെറുതെ കിട്ടുന്ന ദിവസം. അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ പായസം കുമ്പിൾ കുത്തി വാങ്ങിക്കഴിക്കണം. എനിക്ക് കൊണ്ടുപോകാൻ തന്നു 2 കൈയിൽ പായസം. അത് അമ്മയ്ക്ക് ഞാൻ എത്തിച്ചു കൊടുത്തപ്പോഴും അമ്മ കരഞ്ഞിരുന്നു. 8-ാം വിളക്കിൻ്റെ പിറ്റേന്നാളാണ് പള്ളിവേട്ട. പള്ളിവേട്ട ദിവസത്തിലാണ് പന്നി കെട്ടി വഴിപാട് കഴിക്കാറ് പതിവ്. ഉത്സവകാലത്തെ വലിയൊരു പ്രത്യേകതയാണത്. ദേശത്തെ തട്ടകത്തെ മിക്കവാറും ദരിദ്ര കുടുംബങ്ങളിലെ മക്കൾ ഉത്സവകാലത്ത് പന്നി കെട്ടി ദാരിദ്ര്യം പോക്കാനായി വഴിപാട് നടത്താറുണ്ട്. ഞാനും നേർന്നിരുന്നു. മുള്ളൻ പന്നി കെട്ടിയാടുമെന്നായിരുന്നു നേർച്ച. രോഗശാന്തിക്കും ശാരീരിക അവശതകളിൽ നിന്നുള്ള മോചനത്തിനായും ഉത്സവ പന്നി കെട്ടി പള്ളിവേട്ടയ്ക്ക് ഓടാറുണ്ട്. 7 പ്രദക്ഷിണം ഓടിയെത്തിയാൽ ദാരിദ്ര്യത്തിന് ഉപശമനം വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 18 സംവത്സരം തുടർച്ചയായി പന്നി കെട്ടി ഓടണമെന്നാണ് അമ്മ അനുശാസിച്ചിരിക്കുന്നത്. മരണത്തിൽ നിന്നും മകനെ രക്ഷിച്ച ദിവസം പ്രാർത്ഥിച്ചതാണത്രേ. എന്നാൽ എൻ്റെ ആഗ്രഹം സാധാരണ പന്നി കെട്ടിയാടണമെന്നുള്ളതായിരുന്നില്ല. അവസരം കിട്ടുകയാണെങ്കിൽ അത് മുള്ളൻ പന്നി തന്നെ ആകണം. മുള്ളൻ പന്നിയായി വേഷം കെട്ടി 9 ഓട്ടപ്രദക്ഷിണം ഒരൊറ്റയടിക്ക് പൂർത്തിയാക്കുക, അതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ മുള്ളൻ പന്നി കെട്ടൽ എന്ന പദവി പ്രത്യേക അവകാശക്കാർക്കും ദേശക്കാർക്കും ഉള്ളതാണ്. എനിക്ക് ഇത് രണ്ടും അവകാശപ്പെട്ടുകൂടാ. ഞാൻ വീണ്ടും ചെറിയ ചെമ്പൈ വൈദ്യനാഥൻ സൂപ്രണ്ട് അവർകളെ പോയി കണ്ടു. എൻ്റെ ആത്മാർത്ഥമായ നിവേദനം നേരിട്ടു സമർപ്പിച്ചു. കുഴപ്പമുണ്ടാക്കരുത്. മുള്ളൻ പന്നി പുത്തൻവാര്യത്തേക്ക് അവകാശപ്പെട്ടതാണ്. വേണമെങ്കിൽ ഇത്തിൽ പന്നി കെട്ടാൻ അനുമതി തരാം. വേണമെങ്കിൽ മുള്ളൻ പന്നിയുടെ പിന്നാലെ നടക്കുന്ന മൂലിയുമാകാം. അവനെയും ആളുകൾ ശ്രദ്ധിക്കും. സ്വാമി എനിക്കൊരു ഉപദേശം നൽകി. പിന്നാലെ നടക്കാൻ പറയരുത്. മുള്ളൻ പന്നിയുടെ സ്ഥാനം തന്നെ തരണം. അങ്ങ് വിചാരിച്ചാൽ നടക്കാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ അമ്പലത്തിൽ മനസ്സില്ലാ മനസ്സോടെ അക്കൊല്ലത്തെ ചീഫ് മുള്ളൻ പന്നി കെട്ടാനുള്ള അനുമതി എനിക്ക് അദ്ദേഹം നൽകി. കുഴപ്പമുണ്ടാക്കരുതെന്ന് മുന്നറിയിപ്പ് തന്നു. വിധി നിർണായകമായ ഉത്സവ പന്നി കെട്ടേണ്ട ദിനം, അതും ചീഫ് മുള്ളൻ പന്നി. എൻ്റെ ഇരുഭാഗത്തും താങ്ങിപ്പിടിച്ച് എന്നെ മുമ്പേ നടത്തുന്നത് ദേശത്തെ ഏതെങ്കിലും 2 പ്രമാണിമാർ ഒരുമിച്ചു ചേർന്നിട്ടാകും. നല്ല ശേഷിയും തണ്ടും കരുത്തുമുള്ളവർ. മുള്ളൻ പന്നിക്ക് ചുറ്റും കാവലുണ്ട്. മറ്റു വന്യമൃഗങ്ങളിൽ നിന്നും ആക്രമിക്കപ്പെടാതിരിക്കാതെ ഉള്ള മുൻകരുതൽ. ഞാനാണ് ഭഗവാന്റെ അമ്പേറ്റു പിടയുന്ന അക്കൊല്ലത്തെ മുള്ളൻ പന്നി. എന്നെയാണ് ഭഗവാൻ വേട്ടയാടുവാനുള്ള കരുവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പൊന്നു ഭഗവാനേ,
ദാരിദ്ര്യം അനുദിനം എന്നോണം അനുഭവിക്കുന്ന എന്നെയും എൻ്റെ അമ്മയെയും പട്ടിണിയിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കണമേ. പട്ടിണി കിടന്ന് ചാവാൻ വിധിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് അങ്ങയുടെ അമ്പേറ്റ് മരണമടയുന്നതാണ് സായുജ്യം. ഞാൻ അതിനാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. എൻ്റെ ശരീരം ആസകലം ഒരു വിറയലുണ്ടായി. വല്ലാത്തൊരു കോരിത്തരിപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞുപോയി. എന്നെ മുള്ളൻ പന്നിയായി ഭാരവാഹികൾ അപ്പോഴേക്കും ചമയിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കഴുത്തറ്റം മുതൽ പാദത്തോളം നീണ്ടുകിടക്കുന്ന കറുകറുത്ത ഒരു കുപ്പായം കൊണ്ട് അവരെന്നെ പൊതിഞ്ഞു കെട്ടി. വാലും തലയും പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനാൽ വധിക്കപ്പെടുന്ന ബലിമൃഗമായി തീരും. എൻ്റെ കാലുകൾ കിടുകിടെ വിറയ്ക്കാൻ തുടങ്ങി. ആരോ പിന്നിൽ നിന്നും ഒരുക്കി നിർത്തിയ എൻ്റെ കഴുത്തിൽ പെട്ടെന്നൊരു കുരുക്കിട്ട് വലിക്കും പോലെ മരം കൊണ്ടുണ്ടാക്കിയ മുള്ളൻ പന്നിത്തല വെച്ചു കമിഴ്ത്തി ഇറക്കി. അതോടെ സംസാരിക്കാനുള്ള എൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു. നൂറുകണക്കിനുള്ള പച്ച വാഴയില കൊണ്ടും ഉണങ്ങിയ ചപ്പുകൊണ്ടും കെട്ടിവന്ന വിവിധ തരം പന്നികൾ, ബലിമൃഗങ്ങൾ എന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് അനേകായിരങ്ങളുടെ ആരവത്തോടുകൂടി ഓടി വരുന്നു. എന്നെ പെട്ടെന്നൊരു മുളം തണ്ടിൽ തൂക്കിയെടുത്തതായി തോന്നി. ആനപ്പുറത്തെ ഭഗവാന്റെ പഞ്ചലോഹ പ്രതിമ നോക്കി തൊഴാൻ എനിക്ക് കഴിഞ്ഞില്ല. തണ്ടിന്മേൽ നിന്ന് ഇറക്കിയും എന്നെ ഓടിച്ചുകൊണ്ടിരുന്നു. ഈ ലോകമാകുന്ന അന്ധകാരഗോളത്തിനുള്ളിൽ കിടന്ന് ഞാൻ അഭയം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഓടുന്നത് സന്നിധാനത്തിലെ പ്രദക്ഷിണ വരിയിലൂടെയല്ല, ഏതോ ഒരു ഘോരമായ വനത്തിലൂടെയുള്ള പ്രയാണമാണ്. ഒട്ടേറെ വന്യമൃഗങ്ങൾ ഇരു കാലുകളിൽ ഒരൊറ്റ ഒന്നിനെ മാത്രം ലക്ഷ്യം വെച്ച് ആർത്തലച്ച് പിന്നാലെ പാഞ്ഞു വരികയാണ്. ഏതാനും നിമിഷത്തിനകം ഭഗവാന്റെ കൂരമ്പ് എൻ്റെ ശിരസിൽ തറച്ചു വീഴും. രക്തപ്രവാഹത്തോടെയുള്ള മരണപ്പാച്ചിൽ. പിന്നെ അവിടെ നടന്നതെന്താണെന്ന് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ തീരെ അവശനായി കഴിഞ്ഞിരുന്നു. പ്രജ്ഞയറ്റ എന്നെ തണ്ടിലേറ്റി ഭഗവതി കെട്ടിൽ കൊണ്ടുപോയി കിടത്തിയതു മാത്രം ഓർമ്മയിലുണ്ട്. എൻ്റെ ചുറ്റിനും ഭക്തജനങ്ങൾ സ്നേഹത്തോടെ വന്നു നിന്ന് പാളവിശറി കൊണ്ട് വീശി തന്നു. നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാർ ശ്വാസം വലിച്ച വായയിലൂടെ നുരയും പതയും ഒഴുക്കിക്കൊണ്ട് അർദ്ധപ്രജ്ഞനായി കണ്ണും പുറത്തേക്ക് തുറപ്പിച്ച് വീഴ്ചു കിടക്കുന്ന എന്നെ നോക്കി തേങ്ങി. കാരണം ഭഗവാന്റെ ചീഫ് മുള്ളൻ പന്നി കെട്ടിയ ആളുടെ നില വളരെ ആശങ്കാജനകമായതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. അക്കൊല്ലം അച്ഛനും അമ്മയും വീണ്ടും കണ്ടുമുട്ടി. നാട് വിട്ടുപോയ അച്ഛൻ തിരിച്ചു വന്നു. അല്പം സാമ്പത്തിക ഭദ്രതയുമായി തന്നെയാണ് തിരിച്ചു വന്നത്. 2 ഏക്കർ ഇരിപ്പു കൃഷിനിലം അമ്മയുടെ പേർക്ക് അച്ഛൻ സ്വന്തമായി തീറുവാങ്ങി. ഭഗവാന്റെ കൂരമ്പേറ്റ് മോഹാലസ്യപ്പെട്ടു തളർന്നു വീണ ഉത്സവ പന്നിക്ക് ആദ്യമായി നൽകിയ ഋണാശ്വാസം. വയറു നിറച്ചുണ്ട് ചത്തുപോ എന്ന് അദ്ദേഹം ആദ്യമായി ആശീർവദിച്ച കൊല്ലം. ഇന്നും അമ്പലത്തിൽ ഉത്സവ പന്നി കെട്ടിയ ആളുകൾ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ തൊട്ടുവന്ദിക്കാറുണ്ട്. ദാരിദ്ര്യം എന്നെ ഒരു മഹാഭക്തനാക്കി മാറ്റി.